ചേട്ടാ എന്തായാലും നിൽക്കണം. നമ്മുടെ കുറേ ആളുകൾ വന്നിട്ടേ വീടിനെ തുറന്ന് വീടിനകത്ത് കയറി ഇരിക്കുകയത്. അപ്പോൾ അവർ ചോദിക്കുന്നതിനൊക്കെ ഞാൻ മറുപടി പറയണമെന്ന് പറയാം. അതെന്ത് മര്യാദ, ഒരു മര്യാദ വേണ്ടേ? ഒന്നാമത് തന്നെ പള്ളിക്കൂടത്ത് പോയപ്പോൾ പോലും ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാത്ത, അങ്ങനെ അതുകൊണ്ടായി ഇങ്ങനെ തിരിഞ്ഞ് ഇറക്കേണ്ട വന്നത്. ചോദ്യം ചോദിക്കാൻ വന്നിരിക്കും ഒന്നും ശരിയല്ലെന്ന്, അത് ശരിയായ പരിപാടിയല്ലല്ലോ. ഞാൻ കണ്ടില്ലേ ഡ്രസ്സൊക്കെ ഉണ്ടല്ലേ, ഒരു ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ, അല്ല ഇവർ പറയുമ്പോൾ നമ്മൾ ആ രീതിയൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് വൃത്തിയായി നിൽക്കുകയാണ്. അത് എന്തെങ്കിലും വന്ന് ഇങ്ങനെ ആരെങ്കിലും വന്നാൽ ഉടനെ വിളിച്ചാൽ കഥ തുറക്കാൻ പറഞ്ഞാൽ അവിടെ തുറന്ന് എൻ്റെ വൈഫും അമ്മയൊക്കെ, അത് നമ്മളോടുള്ളതിനെ നമ്മുടെ കൂട്ടുകാരാ നാട്ടുകാരാന്നൊക്കെ പറഞ്ഞില്ല, അത് മരുന്ന് കയറി ഇരിക്കുന്നവർ ഏതെങ്കിലും ആരെങ്കിലും ഇങ്ങനെ വന്ന് പറഞ്ഞാൽ ഉടനെ കഥ തുറന്ന് നോക്കുകയാണേ. മര്യാദ ഉണ്ടല്ലേ, കാണിച്ചു തരാം. ആ വേണ്ട, നമ്മൾ പറഞ്ഞ കക്ഷികൾ നിൽക്കുന്നതാണ് കണ്ടേ, വേണ്ടേ? ഇതിനൊക്കെ എന്താ മറുപടി പറയണ്ടേ? ഒരു മര്യാദ വേണ്ട ഒരു വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ. അല്ലെങ്കിൽ ഇവർ ഞാൻ മുമ്പ് ചോദിച്ചാൽ ഇവർ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയാതിരിക്കുകയാണ് ഞാൻ. ആണോ? ഉത്തരം വേണം എൻ്റെ വീട്ടുകാർ പറഞ്ഞില്ല, ഞാൻ പറയത്തില്ല, അവരോട് ചോദിച്ചു. നോണ പറയുന്ന നോണ. എന്നെ വിളിച്ചു വരുത്തിയതാ, എറണാകുളത്ത് നിന്ന് എന്നെ വിളിച്ചു വരുത്തി എനിക്ക് ഹോം ടൂർ തരാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തി ഇവിടെ കൊണ്ട് നിർത്തിയതാ. ഇനി ഇവത് കാണിക്കാൻ എന്താ ഉള്ളത് ചേട്ടാ? മനുഷ്യനെ കാണിക്കാവുന്നൊക്കെ കാണിക്കാം. ഒരു അമ്മ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം വേണ്ട, ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ പോളാം. ഈ പരിപാടിയായിട്ട് മാത്രം നടക്കുന്നത് അച്ഛനെ കാണുന്നത് ചുറ്റി ഒരു ചുറ്റിയും കൂടെ വന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ പുള്ളി ഇങ്ങനെ അടിക്കുന്നുണ്ടാണ് കാണുന്നത്. പഴയ വീട്ടിൽ ഇങ്ങനെ അടിക്കുന്നതായിട്ട് സ്വപ്നം കാണാം. അടിച്ചിട്ട് ഇങ്ങനെ പുള്ളി ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു നീ പണിതോടാന്ന് പറഞ്ഞു. അങ്ങനെ പണിത വീടായത്. ഈ വെള്ളം അന്നൊക്കെ അനുഭവിച്ചിരുന്ന ഈ പാടത്തറമ്പിലും തോട്ടു സൈഡിലും ഒറ്റപ്പെട്ട് താമസിക്കുന്ന സാധാരണയിൽ സാധാരണപ്പെട്ട വീടുകളിലൊക്കെയാണ് വെള്ളം കയറിയത്. അന്നൊന്നും ഇതിനെ വെള്ളപ്പൊക്കമായിട്ടോ അല്ലെങ്കിൽ പ്രളയമായിട്ട് പറഞ്ഞില്ല. ഒരേ ടെറസിൽ മുട്ടാൻ തുടങ്ങിയപ്പോൾ പ്രളയമായി. ഭയങ്കര മോശമല്ല, അവരവരുടെ മുറ്റത്ത് കാലേ തൊട്ട് വെള്ളം ഇത് ഭയങ്കര പ്രശ്നമായി. ഈ ഇതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് ഒന്നും കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തെ തരണം ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. പ്രമോദേട്ടന്റെ വീട്ടില് എന്താ പറയാ, ടോവിനെ അടക്കം 10ഓളം ആർട്ടിസ്റ്റുകൾ. ഈ ബഹുമാനമൊന്നും വേണ്ട, കുറയ്ക്കേണ്ട 10 അല്ല 19 പേര്. ശരി കേട്ടോ, ഞാൻ 50 അല്ല 19. ഞങ്ങൾ ഈ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ 19 അല്ലേ? പള്ളിക്കുടത്ത് പേർക്ക് അറിയാം പെട്ടെന്ന്. ചേട്ടനെ കൗണ്ടർ അടിച്ചു നോക്കെ. ഇത് ഞാനെങ്കിലും തീർത്തോട്ടെ, തീർക്കാൻ സമ്മതിക്കുമോ? 19ഓളം പേര് സിനിമയിൽ നിന്ന് ഈ വീട് കാണാൻ വന്നു. സിനിമാക്കാർ മാത്രമല്ല, നാടകക്കാര്, വള്ളംകളിക്കാര്, സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക ഇൻട്രോ ചേട്ടൻ പറ. എനിക്കിത് കാണുമ്പോഴേ അവരെന്നെ ഞാനൊരു ഇൻട്രോ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതെന്നെ പറയാൻ അനുവദിക്കും. ഞാൻ എന്നെ പുകഴ്ത്തുക എന്നുള്ളതാണ് എന്റെ മെയിൻ പണി. അതെനിക്കറിയാം. ചേട്ടന് പുകഴ്ത്തി ഓണറി ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആളാണ്. ഏറെ നല്ലതല്ലേ അത് ഞാൻ പറയട്ടെ. ഞാൻ ടിക്കറ്റ് എടുക്കാതെ ഏറി പോകുന്ന ആളാ. മറ്റേ നിങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തല്ലേ ഫ്ലൈറ്റ് കയറുന്നത്? എനിക്കൊന്നും വേണ്ട, ഒറ്റ വാക്കൽ ഏറില്ല. ഞാൻ ഒന്നുമില്ല, ഞാൻ ഇൻട്രോ പറയട്ടെ. കുറെ ആൾക്കാർ വന്ന ഒരു കയർ താമസം നടന്ന വീടായത്. 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷം കഴിഞ്ഞ്. അപ്പൊ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ സ്റ്റാറായ ഞാൻ ഇപ്പഴാ വരുന്നത്. സ്റ്റാറായ ഞാൻ വേറെ വല്ലതും ഉണ്ടോ കൂടെ? ഞാൻ മാത്രം എന്നെ പുകഴ്ത്തുന്നു. അപ്പൊ എല്ലാരും ഇതൊക്കെ തന്നെ ആണ്. വാടകയ്ക്ക് സാരിയൊക്കെ എടുത്ത് മുടിയൊക്കെ വെച്ച് ആ വാടക ഞാൻ തരേണ്ടി വരുമോ? വേണ്ടി വരുമോ? ഞാനൊരു ബില്ല് ഇത് കഴിഞ്ഞ് പോകുമ്പോ ഞാൻ ബില്ല് തരും ഇതിന്റെ. അത് വന്നിട്ട് പോയാ മതി. ചേട്ടനോട് ഇനി ഞാൻ സംസാരിക്കുന്നില്ല. ചേട്ടനെ ചേച്ചിയുണ്ട്. ചേട്ടൻ ഇനി വാ തുറക്കണ്ട. ഇല്ല, അവള് പറഞ്ഞാൽ നിർത്തും. ഭാര്യ മിണ്ടരുത് പറഞ്ഞ അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ചേച്ചി ചേട്ടനോടൊന്നും മിണ്ട. അവള് പറയുന്നതിന് അപ്പുറത്തൊന്നുമില്ല ഇവിടെ. ചേച്ചി പറ ചേച്ചിയെ കൊണ്ട് ചേച്ചി പറഞ്ഞു ചേച്ചി മിണ്ടരെന്ന് പറഞ്ഞു. ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ട് പോയിട്ട് എടുത്താന്ന് പറ ചേച്ചി. ചേച്ചിക്ക് ഞാൻ പേടിപ്പിച്ചതല്ല, പറ ചേച്ചി. എന്നാ നിങ്ങൾ സംസാരിക്കും, ഞാൻ വിളിച്ചിട്ട് അങ്ങനെയല്ല, ചേട്ടനും വരണം. നമ്മുടെ ഈ വീട്ടിലെ കേറുമ്പോ തന്നെ ഞാൻ വന്ന് ഇത്രയും നേരമായിട്ട് നോക്കിയത് ഇവിടുത്തെ ട്രോഫികളും കാര്യങ്ങളാണ്. പിന്നെ ഇതൊക്കെ കയറി താമസം കിട്ടിയതായിരിക്കും അല്ലെ? പുച്ഛഭാവം എനിക്ക് കയറി താമസം ചോദിച്ചിട്ടുണ്ട് ആളുകൾ. അല്ലെ ഏത് ഈ ട്രോഫിയൊക്കെ? അതങ്ങനെ എല്ലാരും ചോദിക്കും, ഞാനും ചോദിക്കും. എഴുതി വെച്ചിട്ടുണ്ടല്ലോ എല്ലാത്തിലും. വായിക്കാൻ അറിയാൻ പറ്റത്തോ ഇങ്ങനെ ചോദിക്കുന്നത്? കൗണ്ടറാ. നമുക്ക് വേറെ ഭാഗങ്ങളൊക്കെ എന്നെ കൗണ്ടർ അടിച്ച് കൊന്നു. ഇനി ഇന്നത് കാണിക്കാൻ എന്താ ഉള്ള ചേട്ടാ? മനുഷ്യനെ കാണിക്കാവുന്നൊക്കെ കാണിക്കാം. അല്ലേ തന്നെ എനിക്ക് ചിരിക്കും. ഞാൻ ചിരിച്ച് ഭയങ്കരമായിട്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാ. ഞാൻ നാടകത്തിലാണല്ലോ 19 വർഷം ചിരിപ്പിക്കുകയായിരുന്നു. നിങ്ങൾക്കൊരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയാം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെബ് സീരീസിൽ അഭിനയിച്ച നായകനാണ്. നായകന്റെ ഒപ്പമാണ്. ഇനി പുതിയ വല്ല വെബ് സീരീസ് ഉണ്ടെങ്കിൽ നായികയായിട്ട് ഞാൻ റെഡിയാണ്. ഇത് ചേച്ചി, ഇത് മോൻ. ചേച്ചി ഞങ്ങൾ വന്നിട്ട് കുറച്ചേരെ വെള്ളവും വളവും ഒന്നും തന്നില്ല. ഭർത്താവിനെ പോലെ തന്നെ ചേച്ചി തരും. നമുക്ക് അടുക്കള വരെ പോയി നിങ്ങളുടെ ഡൈനിങ്. ഇത് ഈ മുറിയിലും കുറേ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ.
ഗിഫ്റ്റ് അല്ല മെഡലുകൾ 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 എല്ലാം അഡ്വാൻസ് മേടിച്ച് എല്ലാം ഞാൻ പൈസ കൊടുത്ത് മേടിച്ചാ. അവിടെ നിന്ന് നല്ല കൗണ്ടർ എനിക്കിട്ട് വരുന്നത് എല്ലാം എനിക്കിട്ടേ അവിടെ നിന്ന് പണിയെടുത്ത് മേടിച്ചാന്നാ പറയുന്നത്. പണിയെടുത്ത ഞാൻ ഇപ്പോഴും പറയുന്നത് പണിക്ക് പോവാന്നാ പറഞ്ഞത്. അതെ, ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോഴേ എവിടെയാണ് ഞാൻ പണിക്ക് പോവാന്നേ പറഞ്ഞത്. 2 ദിവസം പണിയുണ്ട്, 5 ദിവസം പണിയുണ്ട്. ശരിക്കും പറഞ്ഞ 3 ചാക്കിന്റെ കുഴയുണ്ടെന്നൊക്കെയാ പറഞ്ഞത്. കോൺക്രീറ്റ് പണിക്ക് പോകുന്നല്ലേ നമ്മളതായിരുന്നോണ്ടേ. വീട് ടോവിനെയൊക്കെ കണ്ട പോലെ ആരെങ്കിലും ഒക്കെ കണ്ട പോലെ ഞാനും ഒന്ന് കാണട്ടെ ചേട്ടൻ. അവരൊക്കെ വന്നപ്പോ കൊണ്ടു നടന്ന് കാണിച്ച്, ഞാൻ വന്നപ്പോ ഞാൻ ഈ വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളാ. നിങ്ങൾ വനിതാ സംവരണമുള്ള വീടാണല്ലോ ഇത്. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടന്റെ അമ്മയുണ്ട് കേട്ടോ. ഇതെന്താണ് ഉണ്ടാക്കുന്നത്? അപ്പോ ചേച്ചി ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ കപ്പ, മീന്, നിങ്ങളുടെ ഈ പ്രദേശം ആലപ്പുഴ അടുത്തുള്ള പ്രദേശം. അപ്പൊ ഞാൻ കുറെ ഐറ്റം മീനൊക്കെ പ്രമോദേട്ടന്റെ അമ്മയല്ലേ ഇങ്ങനെയൊക്കെ പറയും. ഞാൻ അങ്ങനെ വിചാരിക്കാം. എന്നെ കുറിച്ച് എന്തൊക്കെയാ അവിടെ പറഞ്ഞു കൊടുക്കുന്ന അറിയട്ടെ. പ്രമോദേട്ടൻ നമ്മൾക്ക് വിളിച്ചു വരുത്തിയിട്ട്, എറണാകുളത്ത് നിന്ന് വിളിച്ചു വരുത്തിയിട്ട് ഭക്ഷണം തരാണ്ട് വിടുകയാണ്. ഞാനിത് ചോദിക്കും. അങ്ങനെ ഇവിടെ വരുന്നവർ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ പോകുന്ന എനിക്ക് സങ്കടം. വനിതാ സംവരണമുള്ള വീടാ, പക്ഷെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. എന്റെ അമ്മ എന്നാ പറയുന്നതെന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ചു, ഞാൻ സത്യം പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചത് എന്നെ വിളിച്ചു വരുത്തുമ്പോ അറ്റ്ലീസ്റ്റ് ഈ കുട്ടനാട്ടിലേക്കല്ലേ വരുന്നത്. ഞാൻ ഈ താറാവ് എനിക്ക് വേണ്ട. അല്ല, അത് വേണ്ട എനിക്ക്. എനിക്കറിയാം ഇതൊക്കെ ന്യായം പറയുന്ന താറാവ് വേണ്ട. എന്തെങ്കിലും ഒരു തോട്ടുമീന്, ഒരു ആറ്റുമീന്. ഇല്ല, ആറ്റുമീന്റെ ടൈം അല്ലല്ലോ ഇതിന് സമയമുണ്ട്. കണ്ടല്ലേ ഞാൻ പാടം അല്ല പാടം പറ്റി കിടക്കല്ലേ. പാടം മത്തിയെങ്കിലും കിട്ടുമോ? മത്തി ആറ്റുമീനല്ലോ, കടൽമീനല്ലേ. അല്ല, മത്തിയെങ്കിലും കിട്ടുമോ? മത്തി മേടിക്കാൻ പൈസ ഉള്ളവനാണ് ഞാൻ എവിടെ ചെന്നേനെ. മത്തി മേടിക്കാൻ മാർഗമുള്ളവനായിരുന്നു ഞാൻ. ആരായനെ? മത്തിയുടെ വിലയെന്ന് അറിയത്തില്ലേ? മത്തിക്ക് വിലയൊക്കെ കുറഞ്ഞു. ആര്? മത്തി എനിക്ക് നിങ്ങളുടെ വീട്ടിൽ ഈ പരിപാടിയായിട്ട് മാത്രം നടക്കുന്നത് പത്രം വായനയോ അല്ലെ അങ്ങനെയുള്ള വാർത്ത കാണാനുള്ള പരിപാടി. ലോകത്തിലെ ഏറ്റവും വിലയുള്ള മീനായി മാറി മത്തി. 270 രൂപയുടെ മത്തി മേടിച്ച് കൂട്ടത്തൊക്കെ പരുവത്തിലേക്ക് ആയിട്ടില്ല ഞാൻ. ഗസ്റ്റുകൾക്കും കൊടുക്കത്തില്ല. പിന്നെ അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ വന്നോണ്ടിരിക്കും. ശരിയാ. ഞാൻ ഇവിടെ വന്നവരാരും മോശമായിട്ട് പോയിട്ടില്ല. നിങ്ങൾ വാ, കാര്യങ്ങൾ നടക്കട്ടെ. അമ്മ ഞങ്ങൾ പോയി മേളൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. പിന്നെ ഈ വീടിന് ഞാൻ വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചത് നിങ്ങളുടെ പഴയ വീടാണോ? പഴയ വീടെന്ന് പറഞ്ഞാൽ അച്ഛൻ പണിത വീടാ. അച്ഛൻ പണിത വീട്. ഇത് ഈ ഒറ്റ നിലയായിരുന്നു. അത് ചെറിയ വീടായിരുന്നു. ഇതിന്റെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. വീടിന്റെ താഴത്തെ ഷേപ്പിംഗ് ഒന്നും അല്ലായിരുന്നു. ഇതുണ്ടല്ലോ ഈ വീട്ടിന്റെ ഇവിടെ ഈ 2 തള്ളല് കണ്ട ചെറിയ ഇങ്ങനെ 2 ഇത് ഒരിക്കലും ഇങ്ങനെ വരുന്നതല്ല സാധാരണ. ഞാൻ മേസ്ത്രിയും കൂടെ ഒക്കെ ആയിരുന്നത് കൊണ്ടാ പറഞ്ഞത്. പക്ഷെ ഇത് എന്റെ അച്ഛൻ പണിത, അച്ഛൻ തേച്ച് പണിതായോണ്ട് എനിക്കത് ഇവിടെ വരെ ഉള്ളായിരുന്നു. ഈ വീട് ഇവിടെ വരെ ഉള്ളായിരുന്നു. ഇങ്ങനെ നീളത്തിൽ ഈ മുറി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടായിരുന്നു മുറി. ഈ ഇത് കിടക്കുന്ന മുറ്റത്താണ് കിടക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടുതൽ ഇത് പിന്നെ ഇതിന്റെ ഷേപ്പ് മാറ്റം. താഴത്തെ ഷേപ്പ് ഇവിടെ ഇതൊരു മുറിയായിരുന്നു. ഈ തേപ്പ് കണ്ടോ, ഇത് സാധാരണ ഈ അച്ഛൻ പണിത സമയത്ത് നിങ്ങളുടെ തെറ്റ് കണ്ടില്ല, കൈ വെച്ച് എത്തുകയായിരിക്കും അല്ലേ, ഒരു ഗ്രിപ്പിട്ട് കണ്ട. ഇത് അച്ഛൻ ഇങ്ങനെ ഒരു ചെറിയൊരു പോലെ പരിപാടി ചെയ്താൽ. അപ്പൊ ഇതൊക്കെ കളയാനൊരു അച്ഛന്റെ അധ്വാനം, അച്ഛന്റെ വിയർപ്പുള്ളത്. അതുകൊണ്ട് ഞാനത് കളയാതെ ഇത് നിർത്തി ഇതായിട്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ഇപ്പൊ നമ്മൾ വന്ന് കാർ നിർത്തിയിരിക്കുന്ന സ്ഥലവും ഈ വീടിന്റെ ബാക്കി ഭാഗം തോടായിരുന്നു. ഒരു ചെറിയ ഒരു ഉപദ്വീപ് പോലെ ഒരു സ്ഥലമാണ് ഇത്. 3 സൈഡ് തോടായിട്ടാണ്. അപ്പൊ അത്രയും ലോഡ് പിടിക്കുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു ഇതിങ്ങനെ. അപ്പോൾ ഒരു ദിവസം അച്ഛൻ നമ്മുടെ നാടകത്തിലേക്കായി വീട് വെക്കണം എന്നൊക്കെയുള്ള പ്ലാൻ. അന്ന് നാടകം കളിച്ച് വെച്ച വീടാണ്. അച്ഛനാണ് മൊത്തം A to Z പണിത അച്ഛനാ. അപ്പം ഈ ഒരു ദിവസം ഇങ്ങനെ എന്നോട് പറയടാ, നിനക്ക് ഇത് എന്തെങ്കിലും പൈസക്കൊക്കെ മാർഗമോ അല്ലെ എന്തെങ്കിലുമൊക്കെ ഗുണകരമാകുന്ന സമയം വരികയാണെങ്കിൽ ഇത് ലെവൽ ചെയ്തിട്ട്, അന്ന് ഷീറ്റാ വീട് ലെവൽ ചെയ്തിട്ട് വാർത്തോ, ഞാൻ പണിത വീടാ ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു. ആ ഒറ്റ വിശ്വാസത്തിലാണ് തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കള സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ വീട് വെക്കുക എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വന്ന് ഞാൻ ആലോചിച്ച് മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഒരു രാത്രി ഞാൻ ഒരു സ്വപ്നം കാണാം. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ഭിത്തി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഭിത്തി അതെടുത്താൽ നമ്മൾ ആ ഭിത്തിയുടെ ഇപ്പുറത്തോട്ട് മാറി ഞാൻ അച്ഛനെ കാണുന്നത് ഒരു കുറ്റി, ഇങ്ങനെ നമ്മുടെ കുറ്റി എന്ന് പറഞ്ഞാൽ അടിക്കുന്നത് കുറ്റി, ഒരു ചുറ്റിയും കൂടെ വന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ പുള്ളി ഇങ്ങനെ അടിക്കുന്നുണ്ടാണ് കാണുന്നത്. പഴയ വീട്ടിൽ ഇങ്ങനെ അടിക്കുന്നതായിട്ട് സ്വപ്നം കാണാം. അടിച്ചിട്ട് ഇങ്ങനെ പുള്ളി തന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, നീ പണിതോടാന്ന് പറഞ്ഞു. അങ്ങനെ പണിത വീടായത്. അല്ലാതെ അച്ചാച്ചി എൻ്റെ അത് അതിനകത്ത് എന്ത് വിശ്വാസമോ അല്ലെങ്കിൽ സത്യമോ മറ്റൊന്നും ഞാൻ അതിനെ കണക്ട് ചെയ്യുന്നില്ല. പക്ഷേ അച്ചാച്ചി എന്നോട് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരിക്കലും ഈ വീട് ഇങ്ങനെ നിൽക്കുകയല്ല, ഇത് ചുടുകട്ടയാണ്, പഴയ ഈ ചുമന്ന കട്ടയാണ് ഇഷ്ടിക. അപ്പോൾ അത് എനിക്കൊരു ധൈര്യമുണ്ട്. പിന്നെ മേലത്തെ ഇപ്പോൾ ഒരു പുതിയ കട്ട ഉണ്ടല്ലോ, വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഒരു കട്ട. പിന്നെ ഞാൻ ബലപ്പിച്ചു 4 സൈഡ് പില്ലറൊക്കെ അടിച്ചിട്ട് അതിന്റെ മേലാണ് നിർത്തിയിരിക്കുന്നത്. എന്റെ ചേച്ചിയാണ് പ്രകാശ്. ചേച്ചി 2016 ഒക്ടോബർ 20 2016
അപ്പൊ ചേട്ടാ സിനിമയിലൊന്നും വന്നില്ല? സിനിമ കണ്ടിട്ടില്ല, വലിയ സ്ക്രീനിൽ കണ്ടിട്ടില്ല തന്നെ. കണ്ടിട്ടില്ല. നാടകം കണ്ടിട്ടുണ്ട്. ഈ സ്റ്റേറ്റ് അവാർഡിൽ പറഞ്ഞൊക്കെ ചേച്ചിയെ കൊണ്ടൊക്കെയാണ് ഞങ്ങൾ മേടിപ്പിച്ചത്. ആണല്ലേ? ഈ ഇരിക്കുന്ന സ്റ്റേറ്റ് ഇത് രണ്ടും ആ സ്റ്റേറ്റ് അവാർഡ് ഒരേപോലെ ഇരിക്കുന്നുണ്ടല്ലോ. നാടകത്തിൽ ആ നാടകത്തിൽ പ്രൊഫഷണൽ 2007 2009. അതൊക്കെ ഞാൻ അതിപ്പോൾ പുള്ളി നേരിട്ട് കണ്ടോട്ടെന്ന് പറഞ്ഞ് അവിടെ തന്നെ വെച്ചിരിക്കുക. കിട്ടുന്നല്ല ഇവിടെ എനിക്ക് എപ്പോൾ അവാർഡ് കിട്ടിയാലും അല്ല എന്ത് കിട്ടിയാലും ഞാൻ ഇവിടെ കൊണ്ടിരിക്കുന്നത് കാണിക്കും രണ്ടോന്ന് പറഞ്ഞിട്ടേ കൊണ്ട് വെക്കത്തുള്ളൂ. അതാണ്. അല്ലാതെ ചില ബോധ്യപ്പെടുത്തലുകളാണ് നമുക്ക് നമ്മളെ തന്നെ. പിന്നെ അതല്ലാതെ വെറുതെ നമുക്ക് ഇങ്ങനെ ആകണമെന്ന് ശരിക്കും ഞാൻ ആഗ്രഹിച്ചതിൻ്റെ ഇരട്ടി ആഗ്രഹിച്ചിട്ടുണ്ട് അച്ചാച്ചി എൻ്റെ അമ്മയും. വേറെ ഒന്നും അറിയത്തില്ലല്ലോ. ഒരു പണി അച്ചാച്ചിയുടെ കൂടെ നടന്ന് മേസ്തിരി പണി ചെയ്യാന്നുള്ളതല്ലാതെ അല്ല അതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്യുമെന്നുള്ളതല്ലാതെ ഈ കല ഇത് എവിടെ ചെന്ന് ആരിൽ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരും സിനിമയിൽ ഇങ്ങനെ കൈ നീട്ടാനായില്ലായിരുന്നു എനിക്ക്. ബാ എന്ന് പറഞ്ഞത്. അപ്പം അത് നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് എനിക്ക് പറ്റും അല്ലെ എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പാട്ട് പാടുകയും കൊട്ടുകയും അല്ലെങ്കിൽ അഭിനയിക്കുകയും ഒന്നും ഒരു സാധനം അടിസ്ഥാനപരമായിട്ട് പഠിച്ചിട്ടില്ല. ഒരു താളം എനിക്ക് പറയാനത്, പക്ഷേ ഒരു താളം പോകാതെ കൊട്ടാൻ എനിക്കറിയാം. അത് മോശമല്ലാതെ അങ്ങനെയുള്ള ഭജനയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. അച്ഛൻ നന്നായിട്ട് പാടുന്ന ആളായിരുന്നു, നല്ല ഭജന പാട്ട്. അപ്പം നമ്മുടെ പിൻബലം മുഴുവൻ അതായിരുന്നു, അച്ചാച്ചിൻ്റെ താളം. അപ്പം മൊത്തത്തിൽ വലിയച്ഛൻ അമ്മയുടെ അച്ഛനൊക്കെ ചെണ്ടമേളക്കാരായിരുന്നു. അച്ഛൻ്റെ അനിയൻ തബല വായിക്കും. എല്ലാവരും നമ്മുടെ അമ്മാവന്മാരെ നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാവരും കലയെന്ന് പറയുക ഈ വാദ്യോപകരണങ്ങൾ വല്ലാതെ കൈകാര്യം ചെയ്യുന്നവരാണ്, രസകരമായി കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പം അത് കണ്ടു കേട്ടൊക്കെയാണ് എൻ്റെ ജീവിതം തുടങ്ങി. അപ്പം നമ്മുടെ ജീവിതം അത്ര മനസ്സിലായില്ലേ അങ്ങനെ വന്ന അല്ല, അതാണ് എൻ്റെ കലാമണ്ഡലം. ഇമോഷണൽ ആവണ്ട, ഇമോഷണൽ ആവണ്ട. ചേച്ചിയുടെ പേര് പറഞ്ഞില്ല. അങ്ങനൊന്നുമില്ല, എന്ത് വേണം വിളിക്കാം. നിങ്ങൾ വിളിക്കുന്ന ഭാഷയൊന്നും വേണ്ട. പ്രജിത. മോന്റെ പേര്? അവന്റെ പേര് മറന്നുപോയോ? ഇംഗ്ലീഷ്. വേണ്ട കേട്ടോ, ഞാൻ മോനെന്ന് വിളിക്കാം. മോനെ പ്രവി കാർത്തിക്. പ്രവി കാർത്തിക്. ഇംഗ്ലീഷ് നല്ലല്ലേ? എനിക്ക് അങ്ങ് ടിസ്റ്റ് ആവായിട്ടാണ് മോനെന്ന് വിളിക്കാന്ന് പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും പ്രായ. നിങ്ങളെല്ലാം അച്ഛൻ്റെ പേര് പ്രകാശ്, ഞാൻ പ്രമോദ്, പ്രജിത, പ്രവി. ഇത് എൻ്റെ മരിച്ചുപോയ അനിയൻ, ഏറ്റവും ഇവന്റെ ഈ പ്രായത്തിൽ മരിച്ചു പോയതാ. ഈ കാണുന്ന പ്രായത്തിൽ മരിച്ചു. അവന്റെ ഒരു പ്രദീപ്. അമ്മയുടെ പേര് വിജയമ്മ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രായമല്ല നിൽക്കുന്ന അമ്മ മാത്രമാണ്. അപ്പം അച്ചാച്ചിയുടെ പ്രായം അമ്മയുടെ വിയൂടെ ഇട്ട് പ്രവി കാർത്തിക് എന്ന മോന്റെ പേര്. അത് അത് അവൻ നാടകനാണ്. ഞാൻ സാരഥി എന്ന് പറഞ്ഞ ട്രൂപ്പിൽ അഭിനയിക്കുന്നു. ശ്യാംകുമാർ. ഇത് പെങ്ങടെ മോൻ കേട്ടോ, അമ്പാടി. നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം അത് നീ കൊണ്ട് കാണില്ലേ? അത്ര വലിയ മാസ്റ്റർ ഒന്നുമല്ല, ഒരു കുഞ്ഞു കിടക്കും. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞില്ലേ വീടിന്റെ കാര്യം, ഇപ്പൊ അച്ചാച്ചി വന്ന് സ്വപ്നം കണ്ടു. ഒരു വീടില്ലാത്തവരുടെ ബുദ്ധിമുട്ട് ശരിക്കും അറിയാവുന്ന ഒരാളാണ്. അതായത് വീടെന്ന് പറയുന്ന അത്രയും എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട നമ്മൾ ദൈവങ്ങളെ കാണുന്നതാണ് ചില സമയങ്ങളിൽ നേരിട്ടൊക്കെ നമ്മുടെ ചില വല്ലാത്ത സന്നിധ ഘട്ടങ്ങളിൽ. അങ്ങനെ ഞാൻ കണ്ട രണ്ട് ദൈവങ്ങളാണ് അഭയൻ കലൂരും ഫ്രാൻസിസ് ടി മാവേലിക്കർ എന്ന് പറയുന്ന രണ്ട് എഴുത്തുകാരാണ്. അവരുടെ കൂട്ടിമുട്ടലാണ്. അപ്പം അഭയൻ ഫ്രാൻസ് സാറിൻ്റെ ഒരു മഹത്തായ വാക്കുണ്ട്, ഈ നാടകത്തിൽ എഴുതിയൊരു വാക്ക്. നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ നമ്മളെ തിരിച്ചു വിളിക്കുന്ന വിളിയുടെ പേരാ വീടെന്ന്. അതെ, ഞങ്ങൾ ഇമോഷണൽ ആയിച്ചോട് കഴിയട്ടെ, ഫ്രഷ് ആയിട്ടിരിക്കട്ടെ. അല്ല, ഞാൻ എന്റെ ഇന്റർവ്യൂ എടുക്കാൻ വന്നാണോ നിങ്ങളുടെ എടുക്കാൻ വന്നാണോ? നമ്മൾ ഇമോഷണൽ ആകുന്നു, ഞാനല്ലേ ഇമോഷണൽ ആകണ്ടേ? കേറകത്തോട്ട് ഇവിടുത്തെ സ്റ്റെപ്പ് അത് ഞാൻ വീടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പ്. അതിനുശേഷം സെപ്പറേറ്റ് ഇങ്ങനെ മുകളിലേക്ക് ആക്കിയ സമയത്ത് തടിയല്ലോ, ഇത് ഇരുമ്പാ. ഞാൻ സിനിമാക്കാരല്ലേ, ആർട്ട് ഡയറക്ടർമാരെ. ഇത് ഇരുമ്പ ചെയ്തിട്ട് ഇരുമ്പ ഇതുണ്ട എന്നിട്ട് തടി പാകിയേക്കുക. അപ്പൊ നോക്കുമ്പോൾ വളരെ പൈസ കുറവായി ചെയ്യും കേട്ടോ. ഇനി സാധാരണ അല്ലാതെ കോൺക്രീറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു സ്റ്റെപ്പിന് 1000 രൂപയ്ക്ക് മേളിൽ പണികൂലി എല്ലാം കൂടെ ആകും ഒരു സ്റ്റെപ്പ്. ഇത് 19-17 സ്റ്റെപ്പ് ഉണ്ട്. അപ്പം അത് വളരെ ചെറിയ പൈസക്ക് ഇരുമ്പിന്റെ സത്യത്തിൽ തടി സ്റ്റെപ്പാണ്. മറ്റേ ഇല്ലത്തിലും മനയിലും ചെന്ന പോലെ ഞാൻ എന്നെ കണ്ട ഏത് ഇല്ലത്തെയാന്ന് പറഞ്ഞു. ഇല്ലായ്മ ഇല്ലത്തെയാ ഞാൻ പറഞ്ഞോ? വാ ഇങ്ങോട്ട് വാ, എല്ലാരും മോന്റെ മുറിയൊക്കെ കാണണ്ടേ? ഇത് സംസ്ഥാന അവാർഡിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് കഥയുണ്ട് വള്ളംകളിയെ കുറിച്ച്, അത് നാഷണൽ അവാർഡാണ്. അപ്പുറത്തെ ഇതെല്ലാം അവാർഡുകളാണ്. കേറുന്ന വഴിക്ക്, നടക്കുന്ന വഴിക്ക്, ഇരിക്കുന്ന വഴിക്കൊക്കെ അവാർഡുണ്ട്. പോകുമ്പോ ഈ അവാർഡൊക്കെ തരുന്ന സ്ഥലം എന്ന് എനിക്ക് കൂടെ പറഞ്ഞിരണം. ചങ്ങനാശ്ശേരി വില കുറച്ച് കിട്ടും. അച്ഛന്റെ മാത്രമല്ല അവിടെ ഇരിക്കുന്നത്, എന്നെ കൂടെ ഉണ്ടെന്ന് മോനോട്. അത് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ട്രോഫികളെക്കാട്ടും പൊക്കമുള്ള ട്രോഫിയാണ് അത്. അങ്ങനെ മേടിക്കണം. ഞാൻ നടന്നതിലേ നടക്കാനല്ല, അവൻ സ്വയം വെട്ടി നടക്കണമെന്ന് എന്റെ ആഗ്രഹം. അല്ല, ഞാൻ നടന്നതിലേ നടക്കാൻ ഓടാം. ഇപ്പൊ നമ്മൾ അതിനുള്ള മാർഗം ഉണ്ടാക്കിയിട്ടുണ്ട്, മോശമല്ലാത്തത്. അപ്പൊ അതല്ല, അവൻ തന്നെ ഉണ്ടാക്കിയെടുക്കണം.
അവൻ ഉണ്ടാക്കിക്കോളും അല്ലേ? അവൻ എടുക്കണം. ഉണ്ടാക്കണമല്ലോ. ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോൻ വരച്ച് എനിക്ക് പ്രസന്റ് ചെയ്ത കേട്ടോ. ഇതോ ഈ ഫോട്ടോ കൊള്ളാം. ഒരു കാര്യം, ഈ ഇരിക്കുന്ന അവാർഡ് ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കിട്ടുന്ന നാടകത്തിന് കിട്ടുന്ന അവാർഡ്. അതാ ഏറ്റവും ഫ്രണ്ട് വെച്ചിരിക്കുന്നത്. നാടകം കളിക്കുമ്പോൾ കുറവലങ്ങാട് വെച്ച് ഒരു കുറവലങ്ങാട് ബസ് സ്റ്റാൻഡിന്റെ ഓപ്പണിങ്ങിന് നാടക മത്സരം ഉണ്ടായിരുന്നു. ആ നാടക മത്സരത്തിൽ എനിക്ക് നല്ല വർഷമായി, 26 വർഷത്തിന് മേലായി. 26 ആയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് കൊമേഡിയൻ കിട്ടിയ അവാർഡാണ് അത്. അതിൽ തുടങ്ങിയതാണ് നാടക അവാർഡുകൾ. ഭയപ്പെടണ്ട, ഞാൻ പകുതി അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ നായകനായിട്ട് അഭിനയിച്ചു പോടാ ചാക്കാല. ഞാൻ 4 സിനിമയിൽ നായകനാണ്. 2 റിലീസായി 2 വരാൻ കിടക്കുന്നു. ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ എന്നെ പുകഴ്ത്തുന്ന ആളാണ്. 2-3 കാര്യം. നമുക്ക് കിട്ടിയ ആദരവുകളും ബഹുമാനങ്ങളും നമ്മൾ പറയാതെ ചിലപ്പോൾ അറിയില്ല. നമുക്കുണ്ടാകുന്ന വിശപ്പ് മറ്റുള്ളവരോട് പറയാൻ അറിയില്ല. നമുക്കുണ്ടാകുന്ന വേദന മറ്റുള്ളവരോട് പറയാതെ അറിയില്ല. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്രകടിപ്പിക്കണം. വിശപ്പിന്റെയും വേദനയുടെയും കൂടാണ് നമുക്ക് കിട്ടിയ സന്തോഷം വരുമ്പോൾ നമ്മൾ ചിരിക്കുന്നത്, പ്രകടിപ്പിക്കുന്നത്. വേദന ഇങ്ങനെ വെക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, വിശക്കുമ്പോൾ നോക്കുന്ന പ്രകടിപ്പിക്കുക. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മൾ കാണിക്കണം. അല്ല, നമുക്ക് ശരിക്കും ഡിസ്പ്ലേ ആണ്. നമ്മൾ തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. ഞാനത് അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. കുറേ എന്നല്ല, ഞാൻ നമുക്ക് കിട്ടിയ അല്ല, എനിക്ക് നമ്മളിപ്പോൾ പാടാൻ കഴിവിടും, വായി പൊട്ടി കിട്ടുന്നാലും പുള്ളി പാടും. എന്റെ ബ്രദർ നന്നായിട്ട് പാടും, പക്ഷെ അവൻ ഇതുപോലെ തന്നെയാണ്. ആരുടെ അടുത്തും പോകത്തുമില്ല. പക്ഷെ എനിക്ക് പാടാറില്ല, ഞാൻ എല്ലായിടത്തും പാടും. ആണോ? എന്നിട്ട് അങ്ങനെയാണോ അവിടുന്ന് എറണാകുളത്തോട്ട് മാറിയത്? ഒരാവശ്യമില്ലായിരുന്നു, എനിക്ക് ഒരാവശ്യമില്ല ചേച്ചി പാടി. ഇതാണല്ലേ നമ്മുടെ കൊള്ളാലോ ചേട്ടാ. ഇത് ആരുടെ കണ്ണാടിയാ ചേട്ടാ? ഞാനിവിടെ ബെഡ്റൂമിലോട്ട് കയറിക്കോട്ടെ. ഓ, ബെഡ്റൂമിൽ കയറിക്കോളൂ ചേട്ടാ. നല്ല കണ്ണാടി കേട്ടോ, എനിക്കിഷ്ടമായി. ചങ്ങാതി നല്ലതാണെങ്കിൽ കുഴപ്പമില്ല. ചങ്ങാതിമാരല്ല എന്റെ നല്ലതാ ചേട്ടാ. നല്ല രസമുണ്ട് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഇതിനകത്തായിരുന്നു നമ്മുടെ വന്ന സിനിമാക്കാർ മുഴുവൻ തിങ്ങിയിരിക്കാറ് പാവങ്ങള്. അപ്പൊ കനത്ത ചൂടൊക്കെ ആയിരുന്നു. അപ്പൊ അത് സഹിച്ചുകൊണ്ട് ഇതിനകത്ത് തന്നെ അവര് എല്ലാവരും എന്നിട്ട് ഞാൻ ഈ കഥകം തട്ടുമ്പോഴാണ് അവർ കഥക് തുറന്നത്. എല്ലാവരും അതുപോലെ ആരോടാ നമ്മള് കയറുന്നത്, അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ ക്ഷണിച്ചിട്ട് വന്നല്ലോ. പക്ഷേ ഈ ടൊവി വന്നു, അതുപോലെ റോഷൻ വന്നു, മൊത്തം സിനിമാക്കാരല്ലേ എല്ലാവരും. അപ്പൊ എല്ലാവരും കാണാനുള്ള ഈ മുറിക്കകത്തൊക്കെ എനിക്ക് അറിയാൻ പറ്റാത്ത ആളുകളൊക്കെ. ഇവിടെ ചെറിയ ഒരു കിളിവാതിലുണ്ട്. ആഹാ, ഒളിപ്പിച്ച് വെച്ച രഹസ്യമായിരുന്നു കേട്ടോ. അതേതായാലും നല്ലായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ സത്യം കേട്ടോ. ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലമുള്ള കാര്യം ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പം മുഴുവൻ ആളുകളും നമ്മുടെ സിനിമാക്കാരിലെ ആഷിക്കപ്പൂ ടോക്കി കണ്ടപ്പുറത്ത് നിന്ന് റോഷനൊക്കെ എല്ലാവരും ഇവിടെ നിൽക്കുകയെ. ഈ ഫ്രണ്ടിലല്ലേ മറ്റു ചടങ്ങൊക്കെയാണ്, ആരും അറിയുന്നില്ല ഇവിടെ നിൽക്കുന്നത്. ഇവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ കിണറ്റിൽ വെള്ളം കോരുന്നല്ല കയറ്റി അച്ഛനെ ഇടയ്ക്കിയ സ്ഥലം. അതാണ് ഞാൻ ഇവിടുന്ന് പോകാത്തത്. അച്ഛനെ ഇടയ്ക്കിയ സ്ഥലമാണ്. അവിടെ തന്നെ ഇതെടുത്തിട്ട് ഈ സെറ്റ് ആക്കി അല്ലേ. ഇവിടുന്ന് പോകത്തില്ല. അതാണ് ചാച്ചി ഇട്ടച്ച് പോകാൻ മനസ്സില്ല. ഞാനിങ്ങനെ വന്നപ്പോ ആ ജംഗ്ഷനിൽ സ്കൂളിന്റെ അപ്പുറേ നല്ല പാടം കണ്ടോ. ഞാൻ നല്ല സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ചു ഇവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥ. പെട്ടെന്ന് നമ്മൾ കാണുന്നവർക്ക് സിമ്പിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും എത്ര മറ്റു ഏത് മേഖലയിലേക്ക് എത്തിപ്പെട്ടാലും മനസ്സുകൊണ്ട് ഈ നിമിഷം വരെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഇവിടെ നമ്മളൊന്ന് വഴി കിടന്ന ആരെങ്കിലും എടുക്കുമെന്ന് നമ്മൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ കാണുമോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അത് അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഇവിടെ ചെന്ന് എല്ലാം നമ്മൾ ചിലപ്പോൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെ ആരാ താമസിക്കുക? ഞാൻ എറണാകുളത്ത് നമ്മുടെ ഒത്തിരി സുഹൃത്ത്, എറണാകുളം എന്നല്ല ഇങ്ങനെയുള്ള വലിയ സിറ്റികളിലൊക്കെ ഒരുപാട് ഉണ്ട്. പക്ഷേ അപ്പുറത്ത് താമസിക്കുന്നവർ ആരാന്ന് പോലും അറിയാൻ പാടില്ലാത്ത. ഇവിടെ അത് പറ്റില്ല. നിങ്ങൾ വന്നപ്പോൾ കണ്ടോ 2 അമ്മമാർ വന്നിട്ട് ഇവിടെ അങ്ങോട്ട് പോയി. അമ്മയുടെ കൂട്ടുകാരികൾ ഇവരെയൊക്കെ പരസ്പരം കാണാതിരിക്കാനൊക്കെ ഇല്ല. നമ്മൾ വെളിയോട്ടിറങ്ങിയാലോ അങ്ങോട്ട് ഇതിനോട്ട് വിശേഷം. ഞാൻ ആ സിറ്റോട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ പോകുന്നവരെല്ലാം വിശേഷം പറഞ്ഞു എൻ്റെ വണ്ടി നോക്കും, വണ്ടി ഉണ്ടെങ്കിൽ അമ്മരെല്ലാം വരും, ഇല്ലെങ്കിൽ അങ്ങ് പോകും. അപ്പോൾ ആ സൗഹൃദങ്ങളൊക്കെ ഇട്ട് വെച്ച് നമുക്ക് പോകാൻ പറ്റില്ല. അതാണ് വേറെ സത്യം. അതാണ് അതിനെ ചിലപ്പോൾ പറയും അത് സ്നേഹം കൂടുതലൊന്നുമല്ല, പറ്റില്ല. ഞാൻ അല്ലേ അവരോടൊപ്പം എനിക്ക് എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെ എന്നോടൊപ്പം എത്തണം. ഇത് രണ്ടും പറ്റാത്തടത്തുള്ള സാഹചര്യത്തിൽ എനിക്ക് പറ്റുന്ന ഇവിടെ കൂടുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അല്ല, ഇത് ഞാനും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിലും ബുദ്ധിമുട്ടില്ല ഞാൻ ഇവിടെ ജീവിച്ചിരുന്നത്. ഒരു വീട് പോലും ഇല്ലാതെ ഇവിടെ താമസിച്ചാ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ കയറി ഇരിക്കാവുന്ന സ്ഥലമായപ്പോൾ പിന്നെ എന്തിനാണ് പോകുന്നത്? ഗ്യാസ് ഉണ്ട്, എടുത്ത് മേളിൽ കയറ്റുക, വെള്ളം പൊക്കുമ്പോൾ ബാത്റൂം ഉറ മേളിലുണ്ട്, അമ്മയെ പൊക്കി മേളിൽ കയറ്റുക, ഗ്യാസും ഉണ്ട്, ബാത്റൂമുണ്ട്, കിടക്കാൻ സൗകര്യമുണ്ട്. നമ്മൾ ആസ്വദിക്കും. വെള്ളം കയറാറുണ്ട്. പിന്നെ വെള്ളം കയറണ്ടേ കുട്ടനാട്ടിൽ?
നിങ്ങൾ കഴിഞ്ഞ 2018 വലിയ വൻ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് മരണസംഖ്യ ഉണ്ടായിരുന്നു കുട്ടനാട്ടിൽ. ഇല്ല അത് കാരണം അതാണ് നമുക്കറിയാം വെള്ളം പൊങ്ങി അല്ല വരുന്നത്. നമ്മളെ ചേട്ടാ അത് ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടി വായിക്കണം കേട്ടോ. നമ്മള് കുട്ടനാട്ടിൽ വെള്ളം പൊങ്ങുന്നതും അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രദേശങ്ങൾ ഈ സമുദ്രനിരപ്പിനും താഴെയുള്ള പ്രദേശങ്ങളിൽ വെള്ളം പൊങ്ങുന്നത് എല്ലാ മഴക്കാലത്തും ഉണ്ട്. പക്ഷെ 2018 പ്രളയം വന്നപ്പോഴാണ് അതിന്റെ വേറൊരു വലിയൊരു സത്യമുണ്ട്. ഈ വെള്ളപ്പൊക്കം പോകുന്നു എന്ന് പറയുന്ന സത്യമാണ്. ഈ വെള്ളം അന്നൊക്കെ അനുഭവിച്ചിരുന്ന ഈ പാടത്തറമ്പിലും തോട്ടു സൈഡിലും ഒറ്റപ്പെട്ട് താമസിക്കുന്ന സാധാരണക്കെട്ട വീടുകളിലൊക്കെ വെള്ളം കയറിയത്. അന്നൊന്നും ഇതിനെ വെള്ളപ്പൊക്കമായിട്ടോ അല്ലെങ്കിൽ പ്രളയമായിട്ട് പറഞ്ഞില്ല. ഒരേ ടെറസിൽ മുട്ടാൻ തുടങ്ങിയപ്പോൾ പ്രളയമായി, ഭയങ്കര മോശമാണ്. അല്ലല്ല അവരവരുടെ മുറ്റത്ത് കാലെ തൊട്ട് വെള്ളം ഇത് ഭയങ്കര പ്രശ്നമായി. ഈ ഇതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് ഒന്നും കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തെ തരണം ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവരുടെ ഈ വെള്ളം ഒഴുകാനുള്ള സ്ഥലം സൗകര്യം കൃത്യമായി കൊടുക്കുക. ഈ ആറ് അപ്പുറത്തോടെ പമ്പയാറ് മണിമലയും കൂടെ ചേർന്നത് ഇപ്പുറത്തോടെ ആറ് നമ്മുടെ ഈ ആറ്റിലൊക്കെ ഞാനൊക്കെ പണ്ട് പോകുമ്പോൾ ഭയങ്കര ആഴമായിരുന്നു. ഇപ്പൊ നമുക്ക് വെള്ളം ഒരു ചെറിയ പറ്റ് കണ്ട് അക്കരയ്ക്ക് നീന്തി പോകാം, കാല് കുത്തും. ഇതിനകത്ത് എക്കലടിഞ്ഞ് ചെളി അടഞ്ഞ് ഈ തോടുകളൊക്കെ ഈ തോട്ടിൽ ഈ വീടിന്റെ പഴയ വീടിന്റെ കല്ലിറക്കിയത് ഈ തോട്ടിൽ കൂടെ വലിയ വള്ളത്തെ കൊണ്ടത് വലിയ വള്ളത്തെ ആറ്റിൽ നിന്നുള്ള തോടാണ്. അപ്പൊ ഈ തോടിന്റെ അവസ്ഥ ഉണ്ട്. എല്ലാവരും ചേർത്ത് ഞാൻ ഉൾപ്പെടെ കണ്ടല്ലേ. ഇതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം, വെള്ളം നിൽക്കേണ്ട സ്ഥലത്ത് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഓരോ തടസ്സങ്ങൾ സൃഷ്ടിച്ചപ്പോൾ 24 കിലോമീറ്റർ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, ആ റോഡിൽ 10-12 പാലമുണ്ട്. ആ പാലം അല്ല പെട്ടിപ്പാലോ ചെറിയ പാലം. അപ്പോൾ ആ പാലത്തിൻ്റെ അപ്പുറം ഇപ്പുറം 1.5 ഇഞ്ചിൻ്റെ വെള്ളത്തിൻ്റെ വ്യത്യാസമുണ്ട്. കാരണം 100 മീറ്റർ വീതിയിൽ ഒഴുകുന്ന ആറിനെ 50 മീറ്റർ ആയിട്ട് ഒതുക്കിയിട്ട് ഇപ്പുറത്തോട്ട് വെള്ളം ഇറക്കും. അപ്പോൾ ചെറിയ വ്യത്യാസം വരും. ഈ വ്യത്യാസം മാറാൻ വെള്ളം താഴ്ചയുള്ള സ്ഥലത്തോട്ട് ഒഴുകിയില്ലേ. അപ്പോൾ അത് പോയി നേരെ കടലിലേക്ക് പോകാനുള്ള സൗകര്യം ഇണക്കി കൊടുക്കുക എന്നുള്ളത്. അതിന് ആറിൻ്റെ തോട്ടിന് ആഴം കൂട്ടിയാൽ തന്നെ കുട്ടനാട്ടിൽ ഈ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിന് ഏറ്റവും ശാശ്വതം. വേറെ ഒന്നും ചെയ്യണ്ടെന്ന് വരെ വേറെ ഒരു കാര്യം ചെയ്യണ്ട, ആഴം കൂട്ടിയാൽ മതി. ആഴം കൂട്ടി കരയ്ക്കോട്ട് വെള്ളം ചെളി കോരുകയോ അല്ലെങ്കിൽ ട്രജർ അടിക്കുകയോ ചെയ്താൽ മതി എല്ലാവരും. അത് ചെയ്യാതെ എന്നിട്ട് എല്ലാവരും വെള്ളപ്പൊക്കമാണ് സൗജന്യം എന്താ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പൊ ഇന്നത്തെ വെള്ളപ്പൊക്കത്തിന്റെ വിശകലനം തീർന്നുകൊണ്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് ഞാനിങ്ങനെ വാചാലമായി സംസാരിച്ചു. വെള്ളപ്പൊക്കവും കുട്ടനാട് ഇന്നത്തെ റേഡിയോയിലെ വെള്ളപ്പൊക്കവും പ്രമോദിന്റെ പോക്കും. ഇതാണല്ലോ ചേട്ടൻ പറഞ്ഞ പ്രളയത്തിൽ കേറി താമസിക്കാൻ പറ്റുന്ന ബാത്റൂമാ. അതാ മനസ്സിലായേ. അയ്യോ അവനെ ഈ സ്ത്രീ ജനങ്ങൾ ആര് വന്നാലും സ്വാഗതം പറയുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടെ എനിക്ക്. എല്ലാ വാദ്യോപകരണങ്ങളാ ഇതെല്ലാം ഇരിക്കുന്നത്. ഇത് തബല, മൃദംഗം, ഹാർമോണിയം. ഇത് തബലയുടെ വേറെ ചെറിയ 2 തബലയുണ്ട് അതിന്റെ. ഇത് മോൻ വയലിൻ പഠിക്കുന്നുണ്ട്, വയലിന്റെ. ഇത് തകിലെല്ലാം കിട്ടും. ഇവിടെ മൊത്തം ആള് ഭയങ്കര കലാകാരനാണ് കേട്ടോ. അല്ല, ഇത് ഭയങ്കര കലാകാരൻ എന്നുള്ളതല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, എന്റെ ജീവിതത്തിലെ കല എന്നിലേക്ക് എത്തപ്പെട്ടത് ഭജനയിലൂടെയൊക്കെയാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അന്നൊക്കെ ഒരു തബലയെ തൊടാൻ നമുക്ക് ഒതിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു തബല വായിക്കുന്നവർക്ക് ചെന്നിരിക്കും, ഹാർമോണിയം കണ്ടിരിക്കാൻ തൊട്ട. ഇപ്പൊ ശ്രുതിപ്പെട്ടി, അന്ന് ചെറിയ റേഡിയോയുടെ വലിപ്പമുള്ള ശ്രുതിപ്പെട്ടി ഉണ്ട്, അത് റെഡിയാക്കിയിട്ട് കൈ തരും. അതിങ്ങനെ ഞാൻ ഒത്തിരി ഇന്റർവ്യൂ പറഞ്ഞിട്ടില്ല, എന്നാലും ഇങ്ങനെ അത് അമർത്തിക്കൊണ്ട് വെളുപ്പിന് വരെ ഇരിക്കും, ഭജന തീരുന്നവരെ. അപ്പം അന്ന് എനിക്ക് ഉപയോഗിക്കാനോ തൊടാനോ പറ്റാതെ പോയതൊക്കെ നമുക്കിപ്പോൾ ഒരു ചെറിയ ഇതൊക്കെ കിട്ടിയപ്പോൾ അതിനകത്തുനിന്നൊരു വീതം എടുത്ത് മേടിച്ച് വെച്ച് ഇവൻ ആരുടെ മുന്നിൽ പോയി കൈ നീട്ടരുത് ഇങ്ങനെയുള്ള സാധനത്തിന് വേണ്ടി. അപ്പോൾ ഇതൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് മറ്റ് ചിന്തകളൊക്കെ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ പിള്ളേരെ ഞാൻ വല്ല ലഹരിക്ക് അടിമപ്പെടുകയായിരിക്കും. ഇതായിരിക്കും ലഹരി, പ്രണയമാണ്. അതായിക്കോട്ടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രണയിക്കാൻ പറ്റും. ഞാൻ അവനോട് പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞ അവന്റെ ലൈനെ കുറിച്ച് ഞാൻ അറിയില്ല, ഇവൻ പറഞ്ഞറിയണം. ഇവനൊരു പെണ്ണെ ഇഷ്ടം, അല്ലെ 1 അല്ല 2 3 പെണ്ണെ. നിങ്ങളെ പോലുള്ള 90s വസന്തങ്ങളാണ്. ചങ്കാണോ? ചങ്കല്ലേ, ജസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടല്ലേ. ഇപ്പൊ വേറെണ്ടല്ലോ അങ്ങനെയൊക്കെ ഞങ്ങള് പറയുന്നത്. ആണ്. ശരി, എനിക്ക് ഒത്തിരി ബെസ്റ്റി ഉണ്ട്, പക്ഷെ വീട്ടുകാർ സമ്മതിക്കാത്തോണ്ട്. ചേച്ചി സമ്മതിക്കരുത്. അവളും അപ്പൊ ഒത്തിരി ബെസ്റ്റി ഉണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ കുറച്ചു മുമ്പ് ഭയങ്കര സങ്കടകരമായ ഒരു കാര്യം പറഞ്ഞു. ഇത് വായിച്ചു, ഞാൻ ഭയങ്കര കലാകാരിയല്ലേ. ഞാൻ ചേട്ടൻ പറഞ്ഞപ്പോ ഇങ്ങനെ മ്യൂസിക് കിട്ടി. ഞാൻ കേട്ടോ, നല്ല സാധനമായിരുന്നു. പുറത്തുനിന്ന് കേട്ടു. എപ്പോഴും നല്ലത് കിട്ടാറില്ലല്ലോ. ആലിപ്പഴം വല്ലപ്പോഴും അല്ലേ വീഴത്തുള്ളൂ. അത് ഉച്ചി വീടായിരുന്നാ മതി. ആലിപ്പഴം അല്ല, ഉച്ചി വീണാ വേദനിക്കും. ഈ ഭാഗത്ത് അറിയാൻ പാടില്ല, കൊച്ചിയിലല്ല ഉച്ചി. അച്ഛൻ എന്തെങ്കിലുമൊക്കെ സമ്മതിക്കാൻ പറ. ഇപ്പൊ ഡിഗ്രി പഠിക്കുന്നു. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ SB കോളേജ്. SB കോളേജ് ചങ്ങനാശ്ശേരി. എനിക്ക് ഈ മുറിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 സാധനം പറയട്ടെ. ബുദ്ധന്റെ പ്രതിമ. ബുദ്ധന്റെ ഭയങ്കര ആളാ. അവിടെ ബുദ്ധനും ഇവന് ഇഷ്ടമുള്ളത് ബുദ്ധൻ, പിന്നെ റൊണാൾഡോ. അതിനുശേഷമൊക്കെ സമയം തപ്പി നോക്കിയാൽ മാത്രമേ എന്നോടുള്ള ഇഷ്ടം കാണത്തുള്ളൂ. അതൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അല്ലത് എല്ലായിടത്തും ഇങ്ങനെ ചോദിക്കും, കിട്ടാതെ വരും അല്ലേ. എന്റെ ക്യാമറയിലൊക്കെ നിന്ന് ചിരിക്കണം.
അല്ല ബുദ്ധനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അംബേദ്കർ ഫോളോവറാണ് ഞാൻ. അപ്പൊ അംബേദ്കർ ബുദ്ധമത സ്വീകരിച്ചതിന് അതിന്റെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയ വലിയ ആശയങ്ങളുടെ പുറത്താണ് സ്വീകരിച്ചത്. നിങ്ങളൊക്കെ എന്നെ അറിഞ്ഞോട്ടെ സ്വീകരിക്കുന്നത്. ഇതൊന്ന് കട്ട് ചെയ്യാൻ അതല്ല, ബാബയുടെ ഒരു ഫോളോവറാണ് ഞാൻ ഭയങ്കരമായിട്ട്. അപ്പം ബുദ്ധമതം അദ്ദേഹത്തിന് അല്ല, ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ബാബ എന്നാ വിളിക്കുന്നത്. ഓക്കെ, അംബേദ്കറിനെ ബാബ എന്നാ വിളിക്കുന്നത്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാ. അപ്പോ അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചതിനൊക്കെ ഒരു കാരണമൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അപ്പൊ അന്ന് പിന്നെ ബുദ്ധ ഒരാളല്ലല്ലോ, ഒരു സീരീസ് അല്ലേ. അപ്പം സോ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് മതം മാറാൻ. മതത്തിലേക്ക് മാറാനല്ല, ബുദ്ധ സ്പിരിച്വലിലേക്ക് മാറണം എന്നുള്ളൊരു. അവരിപ്പോ ഇങ്ങനെ സന്തോഷത്തിൽ പോകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ചെന്ന് ചേച്ചി ഇങ്ങനെ ആവശ്യമുണ്ടോ? ഞാൻ കാര്യമായിട്ടാ ചോദിക്കുന്നത്. ഞാൻ ഇല്ലെങ്കിൽ കൊല്ലും ഞാനെന്ത്. മലയാള സിനിമയുടെ വാങ്ങാനൊന്നും ഞാൻ നോക്കത്തില്ല. മലയാള സിനിമയ്ക്ക് പെരുത്ത നഷ്ടം സംഭവിച്ചോണ്ടിരിക്കും. എനിക്ക് പണിയില്ല വന്നാലേ നമ്മളെയൊക്കെ ഉപയോഗിക്കാൻ പറയാം പ്രമോദ് വെള്ളിനാട് ഉപയോഗിക്കുന്നില്ല മലയാള സിനിമ പ്രതിസന്ധി എന്നൊക്കെ പറയട്ടല്ലേ. ഞാൻ അങ്ങനെ ഇടത്തില്ല ചേട്ടൻ, എന്നാലും ഞാൻ ഫേമസ് ആക്കത്തില്ല. ഞാൻ ഫേമസ് ആക്കത്തില്ല. ഇനി ഞങ്ങളുടെ ഗെറ്റൗട്ട് നമ്മൾ ഗെറ്റൗട്ട് പറഞ്ഞത് ആണല്ലേ. ഇത് വീട് വെച്ച ഭയങ്കര വിശ്വാസം കേട്ടോ. ഈ സാധനം വെച്ചാൽ ഒരു പ്രേതബാധകൾ കൂടില്ല എന്നാണ് കുറെ മണ്ടന്മാരുടെ വിശ്വാസം. ആ മണ്ടന്മാരുടെ കൂടെ 2 മണ്ടികളുണ്ട്. എന്റെ അമ്മയും എന്റെ ഭാര്യയും അവര് കെട്ടി തൂക്കിയിരിക്കുന്നത്. എഴുതൊക്കെ നോക്കിയാലും ഇതിലും നല്ല എന്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കുന്നത് പോറായിരുന്നു എന്റെ ഫോട്ടോ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇയാളെ ഞാൻ കൂടുതൽ കണ്ടെങ്കിൽ പാണ്ടിലൂടെ ഫ്രണ്ടില്ല. എതിരെ വരുന്ന വണ്ടിയെല്ലാം പുള്ളിങ്ങനെ കാണിക്കും നടക്കുക. വണ്ടിക്കാരോടല്ല വിടത്തില്ലടാ കണ്ടില്ലേ ഫ്രണ്ടിൽ കിടന്ന് ഇങ്ങനെ ആടുന്ന. ഇത് ശരിക്കും തോടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഈ ആ തെങ്ങില്ലേ, ആ തെങ്ങ് മുതൽ നേരെ അങ്ങോട്ട് തോടായിരുന്നു അവിടെ ഇങ്ങോട്ട്. ഇത് 2 പറമ്പാണ്. ഇത് ഇപ്പം ഞാൻ നികത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ തന്നെ സ്ഥലമാണ് ഇത്. ഞാൻ ഈയിടെ മേടിച്ച സ്ഥലമാണ്. അങ്ങനെ വണ്ടി കയറാനുള്ള എൻ്റെ ഒരു വലിയ സ്വപ്നമുണ്ട് എനിക്ക്. അതുകൂടെ പറഞ്ഞേക്കാം. ഈ സ്ഥലം കൊണ്ട് ഈ സ്ഥലം നികത്തി വൃത്തിയാക്കിയതിന് ശേഷം ഇവിടെ നീളത്തിൽ ഒരു ഹാള് പണിയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 20 അടിയുള്ള ഒരു സ്റ്റേജ് അവിടെയോ ഇവിടെയോ. എന്നിട്ട് ഈ കുട്ടികൾക്ക് സായാഹ്ന കലാപരിശീലന പരിപാടി ചെയ്യാൻ 1 രൂപ പോലും പ്രതിഫലം മേടിക്കാതെ ചെയ്യണമെന്നില്ലാട്ട് ആഗ്രഹിക്കും. ആ ഓഡിറ്റോറിയം പൈസ തരുന്നവരുടെ അവർക്ക് ആ ഓഡിറ്റോറിയം നിലനിൽക്കാൻ വേണ്ടിയുള്ള പൈസ തന്നാൽ അത് അവിടത്തേക്ക് എനിക്കായിട്ടൊന്നും വേണ്ട. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് എൻ്റെ ഭാര്യ അമ്മ മകൻ ഇവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ അവിടെ എന്ത് പ്രവർത്തിക്കുന്നതിനും എനിക്ക് പ്രശ്നമില്ല. അവർക്കൂടെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. മദ്യപാനം അതുപോലുള്ള പരിപാടികൾ പാടില്ല എന്നുള്ളതാണ്. എന്നിട്ട് കല ഞാൻ ഓരോ ആഴ്ചയിൽ ഓരോ സ്ഥലത്തുനിന്ന് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കും. കാരണം ഇങ്ങനെയൊന്നും പറഞ്ഞുതരാൻ എനിക്കൊരാളില്ലായിരുന്നു. മനസ്സിലായി. പിന്നെ എന്തായാലും ഇവിടുത്തെ ഇതെല്ലാം ചെറിയ വീടുകളാണ്. എല്ലാം എൻ്റെ സൗഹൃദങ്ങളും കൂട്ടുകാരും എല്ലാം അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നത്. അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ വിളിച്ചു വെക്കാം. അത് വീണ്ടും നമുക്ക് ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ മാന്യമായ പെരുമാറ്റമുള്ളവർക്ക് എല്ലാവർക്കും വരാം. അപ്പോൾ അച്ഛൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല പ്രകാശ് എന്നാണ്. അപ്പോൾ പ്രകാശ് കലാകേന്ദ്രം എന്നുള്ള രീതിയിൽ അല്ലെ അങ്ങനെ ഒരു സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞ് ചെയ്യണമെന്നുണ്ട്. അപ്പം എന്നിട്ട് 6 കുട്ടികളുടെ ഒരു നാടകവേദി. കുട്ടികളുടെ നാടകവേദിയിൽ ഈ കുട്ടനാട്ടിലെ എവിടെ നിന്നും വേണം വരാം. അവിടെ നിന്നിട്ട് ഒരു നാടകം പഠിപ്പിക്കും കുട്ടികളെ. ആ നാടകം പഠിപ്പിച്ച് ആ നാടകം 6 മാസക്കാലം പല പല വേദികളിൽ അവതരിപ്പിക്കുക. അത് ബ്രേക്ക് ചെയ്യുന്നു അടുത്ത നാടകം 6 മാസത്തേക്ക്. അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ വന്ന് കൂട്ടിയിരിക്കാനും ട്യൂഷൻ സെൻറ്റർ പോലെയൊക്കെ അത് ഇതുകൊണ്ട് വരും തലമുറയ്ക്ക് ഗുണമുണ്ടാകുന്ന എന്ത് ചെയ്യുന്നതിനും എനിക്കൊരു വിരോധമില്ല. അതാണ് എൻ്റെ മനസ്സിൽ സ്വപ്നം. അതിലേക്കാണ് ഞാൻ പണിയെടുത്തുള്ളത്. അതിനുവേണ്ടി ഘട്ടം ഘട്ടമായി നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നടക്കട്ടെ. അത് അച്ഛൻ്റെ സ്വപ്നമായിരുന്നു. ചേട്ടൻ പറഞ്ഞ പോലെ കണ്ണ് കിട്ടാതിരിക്കാനുള്ള ആളിനെയൊക്കെ അല്ലെങ്കിൽ ഇതെന്തിനായിരുന്നു പറഞ്ഞേ ആള് എന്റെ ഫോട്ടോസ്റ്റാറ്റ് അല്ലല്ല ഇത് ഫോട്ടോസ്റ്റാറ്റ് ഇത് എന്തിനാ വരണം പറഞ്ഞ ആൾക്കാർ വരാതിരിക്കാൻ ശത്രുദോഷം. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ ആഡ് ചെയ്താൽ മതി. ആടിയിൽ എഴുതി കാണിച്ചാലും മതി. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. കമന്റ് ഇടുക എന്നിട്ടാലോ? അത് ഇച്ചിരി രസം. എല്ലാത്തിന്റെ അടി പ്രമോദ് എന്നായിരിക്കും പേര്. ഈ സാധനത്തിന്റെ പേര് പ്രമോദ്. ചിലത് എൻ്റെ ഇന്റർവ്യൂവിന്റെ കണ്ടിട്ടുണ്ട്. ഇത് ഏതാ ഈ ഊള എന്നൊക്കെ ചോദിച്ചായിട്ടിരിക്കുന്നത്. അത് സന്തോഷം അല്ല എന്നോട് ചോദിച്ചിട്ടിരിക്കുക. പിന്നെ ഏതാ ഈ ഊള ചുമ്മാ കിടന്നുണ്ട്. ആ പുള്ളിക്ക് ആ എഴുതുമ്പോൾ കൊണ്ടാകുന്നൊരു സന്തോഷമില്ലേ എന്നെ ഞാൻ വഴിയാ കിട്ടുന്നെങ്കിൽ നന്നായിട്ട് അടിപൊളി. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മളെ ജീവിതം മാറ്റാൻ നോക്കിയാൽ മാറത്തില്ല. അങ്ങനത്തെ ഇതല്ല. അവർക്ക് പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇവർക്കൊന്നും കണ്ണ് കിട്ടത്തില്ല. കാണണ്ടേ ആദ്യം.
എന്നിട്ടല്ലേ കണ്ണ് കിട്ടുന്നത്. ഞാനൊന്ന് wind up ചെയ്യണ മനുഷ്യാ. ഞാൻ നല്ല ഇങ്ങനെ നല്ല സാധനം കണ്ണ് കിട്ടുന്ന ആളാണെന്നല്ല. ആ ഞാനാണെങ്കിൽ നല്ല സാധനങ്ങളൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് ഉള്ളത് നല്ല എടുത്തിട്ട് എന്റെ മൈൻഡിൽ നിന്ന് അതൊക്കെ പോയി. ഇനി ഞാൻ എന്നാ പറയും ചേട്ടാ, നമ്മൾ ഇനി എന്നാ സ്ഥിരം പറഞ്ഞത് ഇതോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രമോദത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അച്ഛന്റെ പേരിൽ ഒരു കല സാംസ്കാരിക അല്ല ചേട്ടാ കേന്ദ്രം. അതെന്താണെങ്കിലും നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോ ഇവിടെ ഉണ്ടാവട്ടെ. ഓപ്പണിംഗ് ഗംഭീര പരിപാടിയായിട്ട് ചെയ്തിട്ടില്ല. സൂപ്പർ ചേട്ടാ, നന്നായിട്ടിരിക്കട്ടെ ചേച്ചി, ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആണെന്നറിയാം. ഈ മനുഷ്യനല്ലേ പോകുമ്പോ മാത്രമല്ലേ ചങ്കത്ത് കൈവെക്കുന്നത്. അങ്ങനൊന്നല്ല, അത് നമ്മള് എനിക്കൊന്നും പറയണ്ട. വാ